السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ദീനിലെ വളരെ പ്രധാനപ്പെട്ട ഇബാദത്തുകൾ നിർവഹിച്ചതിന് ശേഷമാണ് ഈദിൻ്റെ ദിവസത്തിന് ശേഷം നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. തീർച്ചയായും മുസ്ലിമീങ്ങളുടെ പെരുന്നാൾ ആഘോഷിക്കപ്പെടേണ്ടതും അനുവദനീയമായ ആഘോഷങ്ങൾ രൂപങ്ങളിൽ പങ്കുചേരുകയും ചെയ്യുക എന്നുള്ളത് പ്രതിഫലാർഹമായ കാര്യമാണ്. സഹോദരങ്ങൾ ഒരുമിച്ച് ചേരുക, സന്തോഷം പങ്കിടുക, അനുവദിക്കപ്പെട്ട വിനോദങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതെല്ലാം തന്നെ ദീനിൻ്റെ താല്പര്യത്തിന് ഏറെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതായ കാര്യവുമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അത്തരത്തിലൊരു മജ്ലിസിൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനുമായി ബന്ധപ്പെട്ട ചില ഓർമ്മപ്പെടുത്തലുകൾക്ക് വേണ്ടി മാത്രമാണ് കുറഞ്ഞ സമയം ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റമളാനിലെ നോമ്പും രാത്രി നിസ്കാരവും ഖുർആൻ പാരായണങ്ങളും ദിക്റുകളും നമ്മൾ ആവർത്തിച്ച് അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ടുള്ള കാര്യങ്ങളുമെല്ലാം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് കുറവുകൾ നമുക്ക് സംഭവിച്ചു പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. റമളാൻ മാസത്തിൽ നേടിയെടുത്ത തഖ്വ അത് സാധിക്കുന്നത് പോലെ ശേഷമുള്ള മാസങ്ങളിലും പുലർത്തിപ്പോരാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ അടിയുറച്ചു നിൽക്കാനുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് കുറഞ്ഞ സമയത്ത് ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും റമളാൻ പോലുള്ള മാസങ്ങൾ കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമ്മുടെ മനസ്സ് സൽക്കർമ്മങ്ങൾ ചെയ്തതിന് ശേഷം വീണ്ടും തെറ്റിലേക്കും അതുപോലെ തന്നെ അശ്രദ്ധയിലേക്കും പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് പെട്ടെന്ന് അനുഭവിച്ചറിയാൻ പറ്റുന്നൊരു കാര്യമാണ്. റമളാൻ മാസത്തിൽ ലഭിച്ച എന്തോ ഒരു കാര്യം നമുക്ക് പെട്ടെന്ന് നഷ്ടപ്പെട്ടതുപോലെ നമുക്ക് വേഗത്തിൽ അറിയാൻ പറ്റും. ഒരുപാട് ഇബാദത്തുകൾക്ക് വേണ്ടി സമയം മാറ്റിവെച്ച് നമുക്ക് പിന്നീട് പലതും ഒരു പ്രയാസം പോലെ തോന്നുന്ന അവസ്ഥയുണ്ടാകും. തെറ്റുകളിൽ നിന്ന് നമുക്ക് ഒരുപാട് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ പിന്നീട് തെറ്റുകളിലേക്ക് പോകാൻ എളുപ്പമായി തീരും. അതുകൊണ്ട് നമ്മൾ വളരെ കൃത്യമായിട്ട് തന്നെ റമളാനിൽ ലഭിച്ച തഖ്വ അത് നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷമുള്ള ചില കാലഘട്ടങ്ങളെക്കുറിച്ച് അവിടുന്ന് അറിയിച്ചിട്ടുള്ളത് അൽ ഖാബിദു അലാ ദീനിഹി കൽ ഖാബിദി അലൽ ജംർ. ഒരാൾ ഒരു ജംറിനെ, തീക്കനലിനെ എങ്ങനെയാണോ കൈകൊണ്ട് പിടിക്കുക അതുപോലെ പിടിക്കേണ്ടി വരുന്ന ഒരവസ്ഥ അവർക്ക് വരാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇതിനകം വന്നു കഴിഞ്ഞു എന്നുള്ളതിൽ യാതൊരു സംശയവും നമുക്കില്ല. നമ്മുടെ ദീനിനെ ഏതെങ്കിലുമൊക്കെ നിലക്ക് തെറ്റിച്ചു കളയുന്നതായിട്ടുള്ള അനേകം മാർഗങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ദീനുൽ ഇസ്ലാമിൽ നിന്നും തന്നെ ഒരാളെ തെറ്റിച്ചു കളയാനുള്ള മാർഗങ്ങൾ എമ്പാടുമുണ്ട്. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ
അതിൻ്റെ അതിപ്രസരത്തിൽ നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ പറയേണ്ടതില്ല. എത്ര ആളുകൾ അങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ നമ്മൾ ദീനിൽ അടിയുറച്ച് നിൽക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. അതങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ട് എങ്കിൽ അത് യഥാർത്ഥത്തിൽ നമ്മൾ ദീനിൻ്റെ ഒരു കുറവ് തന്നെയായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ദീനിൽ അടിയുറച്ച് നിൽക്കുക എന്നുള്ളതൊന്നും വലിയ കാര്യമൊന്നുമല്ല, അത് വലിയ പ്രയാസമൊന്നുമില്ല കാര്യമല്ല എന്നൊരാൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ യഥാർത്ഥത്തിൽ ഒരാളുടെ അറിവിൻ്റെയും ദീനിൻ്റെയും കുറവാണ്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിനെക്കുറിച്ച് അറിവ് കൂടുന്നോടും നമുക്ക് യഥാർത്ഥത്തിൽ അത് തെറ്റിപ്പോകുമെന്നുള്ള പേടി നമുക്ക് കൂടുന്നതായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇസ്തിഖാമത്ത് എന്നുള്ളത്. ഒരിക്കൽ ഒരു സ്വഹാബി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായി, കുല്ലി ഫിൽ ഇസ്ലാമി ഖൗലൻ ലാ അസ്അലു അൻഹു അഹദൻ ബഅദക്. നബിയെ, മറ്റൊരാളോടും ചോദിക്കേണ്ടാത്ത വിധം ഞാനൊരു ചോദ്യം താങ്കളോട് ചോദിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ആ കാര്യം എനിക്ക് പറഞ്ഞു തരണം. ഇസ്ലാമിൽ എനിക്ക് മറ്റൊരാളോട് ചോദിക്കേണ്ടാത്ത വിധം ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണ്, അതെനിക്ക് പറഞ്ഞു തരണം. അങ്ങനെ വളരെ ജാമ്യവും മാന്യവുമായ സമഗ്രമായ ഒരു കാര്യം പറഞ്ഞു തരാൻ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത്, ഖുൽ ആമൻതു ബില്ലാഹി സുമ്മ ഇസ്തഖിം. നീ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് പറയുക, എന്നിട്ട് അടിയുറച്ച് നിൽക്കുക, ഇസ്തിഖാമത്തിൽ നിൽക്കുക എന്നാണ്. ചുരുക്കി ദീനിൽ എന്താണ് ഒരാളോട് വസിയത്ത് ചെയ്യാൻ പറഞ്ഞാൽ അതാണ് അത് ചെയ്യാനുള്ളത്. ഖുൽ ആമൻതു ബില്ലാഹി, നീ അള്ളാഹുവിൽ വിശ്വസിക്കുക, സുമ്മ ഇസ്തഖിം, പിന്നീട് അത് അടിയുറച്ച് നിൽക്കുക, ഇസ്തിഖാമത്തിൽ നിൽക്കുക എന്നുള്ളതാണ്. കാരണം ഇത് രണ്ടും വളരെ അനിവാര്യമായ കാര്യമാണ്. അള്ളാഹുവിൻ്റെ വിശ്വാസം നിനക്ക് കൃത്യമായി ഉണ്ടാകണം. പക്ഷെ അത് ഉണ്ടായത് കൊണ്ട് മാത്രം നീ രക്ഷപ്പെടുകയില്ല. ഇസ്തിഖാമത്തിൽ നീ നിലനിൽക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പം അള്ളാഹുവിൽ വിശ്വാസമുള്ള ആളുകൾ തന്നെയാണ് പിന്നെ അതിന് തെറ്റിപ്പോകുന്നത്. അതല്ലാതെ ദീനിലേക്ക് വരാത്ത ആളുകളല്ല അവർ വഴികേടിലായി തുടരുന്നത്. വന്ന ആളുകൾ തന്നെ തെറ്റിപ്പോകുന്നുണ്ട്. പിന്നെ വിശ്വാസം രണ്ടും പറയുന്നുണ്ട്. നീ ദീന് ശരിക്കു പഠിച്ചു മനസ്സിലാക്കി അള്ളാഹുവിൽ വിശ്വാസം കൃത്യമാക്കുക, ഖുൽ ആമൻതു ബില്ലാഹ്, എന്നിട്ട് സുമ്മ ഇസ്തഖിം, അടിയുറച്ച് നിൽക്കുകയും ചെയ്യുക എന്ന് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഉപദേശം തുടക്കത്തിൽ ഓതിയ ആയത്തിൽ നമ്മളെല്ലാ ഖുതുബകളിലും ക്ലാസ്സുകളിലും ഒക്കെ കേൾക്കുന്ന ഒരു ഉപദേശമാണ്. പക്ഷേ പലപ്പോഴും നമ്മളത് ഉൾക്കൊള്ളുന്നില്ല എന്ന് മാത്രം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം നിങ്ങൾ സൂക്ഷിക്കണം. എന്നിട്ട് പറയുന്ന കാര്യം എന്താണ്? വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിം ആയിക്കൊണ്ടല്ലാതെ നീ മരിക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ അള്ളാഹുവിൽ വിശ്വാസം കൃത്യമാക്കണം, എന്നിട്ട് മുസ്ലിം ആയിക്കൊണ്ടല്ലാതെ നീ മരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാ സമയത്തും ഇസ്തിഖാമത്തോടു കൂടി അതിൽ തുടരുകയും വേണം എന്നാണ് ആയത്തിൻ്റെ അർത്ഥം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്തിഖാമത്ത് നമുക്കുണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇസ്തിഖാമത്ത് ഉണ്ടാക്കാൻ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യമാണത്. അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ മുഴുവൻ നമ്മൾ ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർബന്ധമാക്കിയ കാര്യങ്ങളിൽ ഒന്നുപോലും നമുക്ക് പാഴാക്കാൻ അനുവാദമില്ല. 5 നേരത്തെ നിസ്കാരം, റമദാനിലെ നോമ്പ്, സാമ്പത്തികമായ ബാധ്യതയുള്ള ആളുകൾ സക്കാത്ത് കൊടുക്കുക, കഴിവുള്ളവർ ഹജ്ജ് ചെയ്യുക, മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ, അങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആല ദീനിൽ കൽപ്പിച്ച മുഴുവൻ കാര്യങ്ങൾ നമ്മൾ ചെയ്യൽ നിർബന്ധമാണ്. അതാണ് ഇസ്തിഖാമത്തിൻ്റെ അടിസ്ഥാനം. അതുപോലെ അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ മുഴുവനും നമ്മൾ വിട്ടു നിൽക്കണം. അതിലേതെങ്കിലും ഒന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇസ്തിഖാമത്തിന് കോട്ടം പറ്റിയെന്ന് മനസ്സിലാക്കണം. അള്ളാഹു ഹറാമാക്കിയ മുഴുവൻ കാര്യങ്ങളും ഒഴിവാക്കിയാൽ മാത്രമേ ഒരാൾക്ക് ഇസ്തിഖാമത്തിൽ തുടരാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ പണ്ഡിതന്മാർ പ്രത്യേകമായി ചേർത്തി പറഞ്ഞതാണ്, യഥാർത്ഥത്തിൽ ഈ ആദ്യത്തെ 2 കാര്യങ്ങളിലും വന്നിട്ടുള്ള കാര്യം തന്നെയാണ്, അടിമകളോടുള്ള ബാധ്യതകൾ നിങ്ങൾ നിറവേറ്റണം എന്നാണ്. അത് ഈ പറയുന്നത് വാജിബായ കാര്യങ്ങളിൽ പെടുന്നതുണ്ട്. ചുറ്റുമുള്ള അടിമകളോടുള്ള ബാധ്യതകൾ നീ നിറവേറ്റുക. ഈ 3 കാര്യങ്ങളും നീ ചെയ്തു കഴിഞ്ഞാൽ നീ ഇസ്തിഖാമത്തിലായി എന്നാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനേകം ഹദീസുകളിൽ നമുക്കിതിനുള്ള സൂചനകൾ കാണാൻ സാധിക്കും. ഒരിക്കൽ അവിടുന്ന് പറഞ്ഞു, മാ നഹൈതുകും അൻഹു ഫജ്തനിബു, നിങ്ങളോട് ഏതു കാര്യമാണോ ഞാൻ വിലക്കിയിട്ടുള്ളത് അത് നിങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിക്കുക, ഒന്നും തന്നെ നിങ്ങൾ ചെയ്യാൻ പാടില്ല. വമാ അമർതുകും ബിഹി ഫഅതു മിൻഹു മസ്തതഅതും, എന്താണോ നിങ്ങളോട് കൽപ്പിക്കുന്നത് അത് സാധിക്കുന്നത് പോലെ നിങ്ങൾ ചെയ്യണം. കാരണം കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അത് സാധിക്കുമ്പോൾ മാത്രം നമുക്ക് ചെയ്യാൻ സാധിക്കും. നമുക്കതിന് കുദറത്ത് വേണം, ഉണ്ടെങ്കിൽ നീ അത് തീർച്ചയായും ചെയ്യേണ്ടതുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഫൈന്നമാ അഹ്ലകല്ലദീന മിൻ ഖബ്ലികും കസ്റത്തു മസായിലിഹിം വഖ്തിലാഫുഹും അലാ അംബിയാഇഹിം, തീർച്ചയായും നിങ്ങൾക്ക് മുമ്പുള്ള സമുദായമല്ല യഹൂദരും നസ്രാണികളും ഒക്കെ ഇന്നീ കാണുന്ന രൂപത്തിൽ പഴിച്ചു പോകാനുള്ള കാര്യം അവരവരുടെ
അമ്പിയാക്കളോട് എതിരായതാണ്. ദീനിൻ്റെ കൽപ്പനകൾക്ക് നമ്മൾ എതിരായി കഴിഞ്ഞാൽ കഴിച്ചു. അതാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, ചെറിയ ഒരു സുന്നത്തായ ഒരു കാര്യം പോലും അത് അറിഞ്ഞിട്ട് അത് ചെയ്യാതിരുന്നാൽ എനിക്ക് പേടിയുണ്ട്, ഞാൻ ദീനിന് പഴിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഒരു സുന്നത്തായ കാര്യം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയാണ് ചെയ്തത്, പക്ഷെ നമ്മൾ മനഃപൂർവ്വം അത് ചെയ്യേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയാണ്. അത് സുന്നത്താണല്ലോ, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല എന്ന് മനഃപൂർവ്വം നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് മുൻഗാമികൾ അതുപോലും പേടിച്ചിരുന്നു എന്നാണ്. ഹറാമ് ചെയ്യുന്നതല്ല. ഒരു സുന്നത്ത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഉദാഹരണം പറയുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിലേക്ക് കയറിയാൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. സുന്നത്താണ്. ഒരാളത് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നിഷിദ്ധമൊന്നുമില്ല, യാതൊരു കുറ്റമില്ല. പക്ഷേ അത് ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് തോന്നണം ഒരു സുന്നത്ത് അത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പേടി. അപ്പോൾ സുന്നത്തായ കാര്യത്തിനെ പോലും മുൻഗാമികൾ അങ്ങനെ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ അവർക്കത് പേടിയുണ്ടായിരുന്നു. അതുപോലെ തന്നെ അധികരിച്ച ചോദ്യങ്ങൾ, ഒരാവശ്യവുമില്ലാത്ത കാര്യങ്ങൾ, ദീനിൻ്റെ കാര്യങ്ങളിൽ അങ്ങനെ വന്നാൽ ഇങ്ങനെ വന്നാൽ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അധികരിച്ച ചോദ്യങ്ങൾ യഹൂദരെപ്പോഴും ചോദിച്ചിരുന്നു. എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യൂല. ചെയ്യുന്നതിന് പകരം ചെയ്യാതിരിക്കാനുള്ള ന്യായങ്ങളായിക്കൊണ്ട് പലതും മറിച്ചും തിരിച്ചൊക്കെ ചോദിക്കുക. അത് പഴക്കാനുള്ള കാരണമായിട്ടുണ്ട്. അത് നമുക്കും ബാധിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അതിനുശേഷം പണ്ഡിതന്മാർ പറയണം, അതിൻ്റെ പൂർണ്ണതയിൽപ്പെട്ട കാര്യമാണ് ഫർദിന് പുറമെ സുന്നത്തുകൾ നമ്മൾ വർദ്ധിപ്പിക്കുക. ഫർദിന് പുറമെ സുന്നത്തുകൾ വർദ്ധിപ്പിക്കുക. അതേപോലെ അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ പോലും അധികരിപ്പിക്കുന്നത് ഒഴിവാക്കുക. അനുവദിക്കപ്പെട്ട കാര്യങ്ങളാണ് സംസാരങ്ങൾ, അനുവദിക്കപ്പെട്ട കാര്യങ്ങളാണ് ഭക്ഷണം, അനുവദിക്കപ്പെട്ട കാര്യങ്ങളാണ് ഇതുപോലുള്ള പല കാര്യങ്ങളും. പക്ഷെ അത് വർദ്ധിപ്പിക്കുന്നത് പോലും ഇസ്തിഖാമത്തിൽ നിന്നും തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും ഹറാമുകളിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മുതശാബിഹുകളായ സംശയമുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. അല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ ഹലാല ബയ്യിൻ വഇന്നൽ ഹറാമ ബയ്യിൻ വബൈനഹുമാ ഉമൂറുൻ മുശ്തബിഹാത്തുൻ ലാ യഅലമുന്ന കസീറുൻ മിനൻ നാസ്. ഹലാൽ വ്യക്തമാണ്, ഹറാമ് വ്യക്തമാണ്, പക്ഷെ അതിനിടയിൽ സംശയാസ്പദമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ജനങ്ങളിൽ പലർക്കും അറിയില്ല. എന്ന് പറഞ്ഞാൽ ജനങ്ങളിൽ അറിയുന്ന ഒരുപാട് ആളുകൾ അപ്പുറത്തുണ്ട്, പക്ഷെ ഒരുപാട് ആളുകൾക്ക് ഇത് അറിയില്ല. അപ്പം അറിയാത്ത ആളുകൾ എന്ത് ചെയ്യണം? വമനിത്തഖ ശുബ്ഹാത്ത്, അത്തരം സംശയങ്ങളിൽ നിന്ന് വിട്ടുനിന്നാൽ ഫഖദ് ഇസ്തബ്റഅ ലിദീനിഹി വഇർളിഹി, അവൻ്റെ അഭിമാനവും അതുപോലെ തന്നെ അവൻ്റെ ദീനും അവൻ സംരക്ഷിച്ചിരിക്കുന്നു. എന്നാൽ വമൻ വഖഅ ഫി ശുബ്ഹാത്ത്, സംശയമുള്ള കാര്യം പഠിക്കാതെ ആളുകൾ അത് ചെയ്തേക്കാം, പിന്നീട് ചോദിക്കാം, അത് ചെയ്യാം, പിന്നീട് നോക്കാം എന്ന് പറഞ്ഞാൽ അവൻ വഖഅ ഫിൽ ഹറാം, അവൻ ഹറാമിലേക്ക് വീഴും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇതൊക്കെ നമ്മൾ ഇസ്തിഖാമത്തിനെ ബാധിക്കുന്ന കാര്യമാണ്. ഹലാലായ നിർബന്ധമായ കാര്യങ്ങൾ പൂർണ്ണമായി ചെയ്യണം, നിഷിദ്ധമായ കാര്യങ്ങൾ അത് പൂർണ്ണമായി ഒഴിവാക്കണം. അതുപോലെ തന്നെ അടിമകളോടുള്ള ബാധ്യതകൾ നമ്മൾ നിറവേറ്റണം. അതോടൊപ്പം തന്നെ സുന്നത്തായ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അനുവദിക്കപ്പെട്ട ഫുദൂലുൽ മുബാഹാത്തുകൾ അത് തന്നെ സഹോദരങ്ങളെ അത് വല്ലാതെ വർദ്ധിപ്പിക്കരുത്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരാൾ ചെയ്യുകയാണെങ്കിൽ അയാളുടെ ഇസ്തിഖാമത്തിന് അത് സഹായകമാകുന്ന കാര്യമാണ്. ഇതിന് പണ്ഡിതന്മാർ ചുരുങ്ങിയ ചില കാര്യങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ ഇസ്തിഖാമത്തിന് ഇത്രയും പറയുന്ന കാര്യങ്ങൾ ഒരാൾക്ക് സഹായകമാകണമെങ്കിൽ അയാൾ ചെയ്യേണ്ടതായ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിന് ഒന്നാമത്തെ കാര്യം തന്നെയാണ് നമ്മൾ ഖുർആനുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത്. അൽ ഇഖ്ബാലു അല ഖുർആനിൽ കരീം. ഖുർആനുമായിട്ട് ഒരാൾക്ക് നല്ല ബന്ധമുണ്ടായാൽ അയാൾ ഇസ്തിഖാമത്തിലായിരിക്കും. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഒരാൾ ഇസ്തിഖാമത്തിൽ, ഇത്രയും ഫിത്നകളുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറയുന്നു. ഇത്രയും ഫിത്നകളുണ്ട്, നമ്മളെ ഹറാമുകളിലേക്ക് നയിക്കാനുള്ള ഒരുപാട് മാർഗ്ഗങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ദീനിൽ നിന്ന് തെറ്റിച്ച് കൊണ്ടുപോകാനുള്ള ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. എന്തു ചെയ്യും അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും ഒന്നാമത്തെ ഉത്തരം ഒരാൾ ഖുർആനുമായി നന്നായി ബന്ധം വെക്കുക. നമ്മളത് ചെയ്താൽ മതി. നമ്മളല്ലാതെ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല. ദീനിൽ തെറ്റിപ്പോകുമെന്ന് വെറുതെ പേടി കൊണ്ട് മാത്രം കാര്യമില്ല. അതിന് പണിയെടുക്കണം. എന്താണ് എടുക്കേണ്ടത്? ഖുർആനുമായിട്ട് നമ്മൾ ബന്ധപ്പെടുക, ഖുർആൻ ഓതുക, ഖുർആനിൻ്റെ ആശയങ്ങൾ പഠിക്കുക. ഖുർആനിൻ്റെ എല്ലാ രീതിയിലും നമ്മൾ കൃത്യമായി ഖുർആൻ പഠിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തുമെന്നാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വഖാല അല്ലദീന കഫറു ലൗലാ നുസ്സില അലൈഹിൽ ഖുർആൻ ജുംലതൻ വാഹിദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇങ്ങനെ ഘട്ടം ഘട്ടമായി ഖുർആൻ വരുമ്പോൾ ഒരു ആദ്യം 5 ആയത്തിന് നബി സല്ലല്ലാഹു ഓതി കൊടുക്കും. അപ്പോൾ മുശ്രിക്കുകൾ അത് കേൾക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഓതി കൊടുക്കും, അത് കേൾക്കുന്നുണ്ട്. അപ്പോൾ പരിഹസിച്ച് ചോദിച്ചാണ്, എന്തോ ഒന്നായിട്ട് അങ്ങ് ഇറക്കി കൊടുത്താൽ പോരെ, ഇതിങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ ഇറക്കുന്നത് എന്താണെന്ന് പരിഹാസം കൊണ്ട് ചോദിച്ചാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ശേഷക്കാർക്കുള്ളൊരു മറുപടി ആയിക്കൊണ്ട് പറഞ്ഞു, എന്തിനാണ്? കദാലിക ലിനുസബ്ബിത ബിഹി ഫുആദക വറത്തൽനാഹു തർത്തീല. നിൻ്റെ കൽബിനെ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഞാനിതാ നിനക്കതൊരു തർത്തീലായി പാരായണം ചെയ്തു തരികയാണ്, ഓതി തരികയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പോൾ ഖുർആൻ അത് കൃത്യമായി നമ്മൾ ഓതണം. ഖുർആനിൻ്റെ ആശയങ്ങൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് നമ്മൾ ഇസ്തിഖാമത്തിൽ തുടരാൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഖുർആൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ
അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇൽമിൻ്റെ മജ്ലിസുകളിൽ നമ്മൾ പങ്കെടുക്കുക എന്നുള്ളതാണ്. ഇൽമിൻ്റെ മജ്ലിസുകൾ എന്താണ് ഇൽമിൻ്റെ മജ്ലിസുകൾക്ക് പ്രത്യേകത ലഭിക്കാനുള്ള കാര്യം എന്താണ്? കാരണം അത് ഖുർആനാണ് പഠിപ്പിക്കപ്പെടുന്നത്. ഏത് മജ്ലിസാണ് ഖുർആൻ പഠിപ്പിക്കാത്തതായിട്ടുണ്ടാവുക? ഇപ്പോൾ തൗഹീദ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അത് ഖുർആനിൻ്റെ മജ്ലിസ് തന്നെയാണ്. ഇൽമിൻ്റെ മജ്ലിസ് ഖുർആനിൻ്റെ മജ്ലിസാണ്. സുന്നത്ത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അത് ഖുർആനിൻ്റെ മജ്ലിസാണ്. അതിൽ നിന്ന് ഒരാൾ അകന്നു പോകുന്നുണ്ടോ തീർച്ചയായും ഇസ്തിഖാമത്തിന് വലിയ നിലക്ക് ബാധിക്കും. ഒരാൾ ഇൽമിൻ്റെ മജ്ലിസിൽ പങ്കെടുക്കാതെ ഖുർആനുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ ശ്രദ്ധിക്കാതെ ഒരാൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ വഴി തെറ്റാനുള്ള വളരെയധികം സാധ്യതയുണ്ട്. തെറ്റിയ ആളുകൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ തന്നെ ഈമാൻ ചോർന്നു പോകാനുള്ള ഇസ്തിഖാമത്ത് നിന്ന് ഈമാൻ ചോർന്നു പോകുക എന്നാണ് ഇസ്തിഖാമത്ത് കുറഞ്ഞു പോകുക എന്നാണ് അർത്ഥം. ഇസ്തിഖാമത്ത് ഒരു ദർജയല്ല, അതിങ്ങനെ കുറഞ്ഞ് ഇല്ലാതായി പോകും. അത് ഇല്ലാതായി ഇങ്ങനെ ചോർന്നു പോകും. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പരിശോധിച്ചാൽ ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധം കുറഞ്ഞതുകൊണ്ടാണ്. ഖുർആൻ ഓതുന്നതിൽ കുറവുണ്ടാകും, ഇസ്തിഖാമത്തിനെ ബാധിക്കുന്ന കാര്യമാണ്. അതുപോലെ ഖുർആനിൻ്റെ ആശയങ്ങളെക്കുറിച്ചൊരു അറിവുണ്ടാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് നമ്മോട് പറയുന്നത്, ഈ ചരിത്രം എന്തിനാണ് പറഞ്ഞത്, ഈ രൂപത്തിലൊക്കെ അല്ലാഹു തആല ഖുർആനിൽ വ്യത്യസ്ത സൂറത്തുകളിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിവില്ല. നമ്മുടെ ഇസ്തിഖാമത്ത് നിന്ന് എപ്പോഴും തെറ്റിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുന്നുണ്ട്, മൻ ഖറഅൽ ഖുർആൻ, ആരാണ് ഖുർആൻ പാരായണം ചെയ്യുന്നത്, വത്തബഅ മാ ഫീഹി, ഖുർആനിലെ കാര്യങ്ങൾ അതേപോലെ പിൻപറ്റുകയും ചെയ്യുന്നത്, ഹദാഹുല്ലാഹു മിനദ് ദലാല, അല്ലാഹു സുബ്ഹാനഹു വ തആല ലലാലത്തിൽ നിന്നും അവനെ ഹിദായത്തിലേക്ക് എത്തിക്കുന്നതായിരിക്കും, സംരക്ഷിക്കുന്നതായിരിക്കും. വഖാഹു യൗമൽ ഖിയാമ സുഅൽ ഹിസാബ്, മോശം വിചാരണ പരലോകത്ത് വെച്ച് നേരിടുന്നതിനെ തൊട്ട് അള്ളാഹു അവനെ സംരക്ഷിക്കും എന്നാണ് പറഞ്ഞത്. ഖുർആൻ നന്നായി പാരായണം ചെയ്യാനും പറഞ്ഞു, അതിലുള്ള കാര്യങ്ങൾ പിൻപറ്റാനും പറഞ്ഞു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഖുർആനിൻ്റെ മുഴുവൻ ആയത്തുകളുടെയും തഫ്സീർ അറിയുന്ന മഹാനായ പണ്ഡിതനാണ്. ഏതായത്ത് ചോദിച്ചാലും അതിൻ്റെ തഫ്സീർ അദ്ദേഹത്തിന് അറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പഠിച്ചു, അതാണ് റസൂൽ ദുആ ചെയ്തിട്ടുള്ള കാര്യമാണ്. എന്നിട്ട് അദ്ദേഹം അതിന് തെളിവായി ഖുർആനിൽ നിന്ന് തന്നെ ആയത്ത് ഓതുകയാണ്. വദാലിക ബിഅന്ന അല്ലാഹ തആല യഖൂൽ, അതെന്താണെന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ഫമനിത്തബഅ ഹുദായ ഫലാ യദില്ലു വലാ യഷ്ഖ, ആരാണോ എൻ്റെ സന്മാർഗത്തെ പിൻപറ്റുന്നത് അവൻ വഴിപഴച്ചു പോകുകയില്ല, അവൻ ദൗർഭാഗ്യവാനായി തീരുകയുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നുണ്ട്, ഫളമനല്ലാഹു ലിമനിത്തബഅൽ ഖുർആൻ അല്ലാ യദില്ലു ഫി ദുനിയ വലാ യഷ്ഖ ഫിൽ ആഖിറ. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ജാമ്യം പറഞ്ഞിട്ടുണ്ട്, ഗ്യാരണ്ടി പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ലിമനിത്തബഅൽ ഖുർആന അല്ലാ യദില്ല ഫി ദുനിയ വലാ യഷ്ഖ ഫിൽ ആഖിറ. ഖുർആൻ ഒരാൾ നന്നായി പിൻപറ്റി കഴിഞ്ഞാൽ ദുനിയാവിൽ ഒരു വഴിവെച്ചു പോവില്ല, ദീനിന് തെറ്റിപ്പോവുകയില്ല, അതേപോലെ തന്നെ പരലോകത്ത് ദൗർഭാഗ്യവാനായി തീരുകയും ചെയ്യില്ല എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഖുർആൻ അത് നന്നായി പാരായണം ചെയ്യുക. യഥാർത്ഥത്തിൽ റമളാൻ മാസത്തിൽ നമുക്ക് കിട്ടിയ ഈമാനിൻ്റെയും അതുപോലെ നമ്മൾ അനുഭവിച്ച താഅത്തുകൾ കൊണ്ട് അനുഭവിച്ച പല സുഖങ്ങളുടെയും പ്രധാനപ്പെട്ട കാര്യം ഖുർആനുമായി നമ്മൾ ബന്ധമുണ്ടാക്കി എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ധാരാളം ഖുർആൻ ഓതിയിരുന്നു, അതിൻ്റെ ഒരു ബറക്കത്ത് തന്നെയാണ്. ഖുർആൻ ഓതുന്നതിൻ്റെ ബറക്കത്താണ് നമ്മൾ ഹറാമുകളിൽ പെട്ടുപോവുകയില്ല. ചിന്തിച്ചു നോക്കിയാൽ മതി. എന്നും ധാരാളമായി ഖുർആൻ ഓതുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഹറാമുകൾ അവനൊരു സംരക്ഷണമായി അത് തീരും. ഇനി ഒരാൾ അതിൻ്റെ ആശയങ്ങൾ കൂടി പഠിക്കുന്നുണ്ടെങ്കിലും ചിന്തിച്ചു നോക്കൂ, അവന് പേടിയുണ്ടാകും. അവൻ്റെ മനസ്സിലാ തോന്നുന്ന ഖശിയത്ത്, പേടി എന്ന് അതാണ് അവനെ യഥാർത്ഥത്തിൽ ഹറാമുകളിൽ നിന്ന് സംരക്ഷിക്കുന്നത്. അത് ഖുർആനുമായി ബന്ധപ്പെടുന്നതോടുകൂടി ഒരാൾക്കത് ഉണ്ടായി തുടങ്ങുന്നതാണ്. എത്രത്തോളം അവൻ ബന്ധപ്പെടുന്നു അത്രയും അവൻ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ സംരക്ഷണത്തിലേക്ക് വരും. ദുനിയാവിൽ തെറ്റിപ്പോവുകയുമില്ല, നാളെ പരലോകത്ത് മോശം വിചാരണ നേരിടേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഖുർആനിൻ്റെ മാസത്തിൽ നിന്നാണ് നമ്മളിത് ശവ്വാൽ മാസത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഒന്നാമതായി ചെയ്യേണ്ട കാര്യം, നമ്മൾ ഓതിയിരുന്ന ആ ഖുർആൻ പാരായണം അത് പാഴാക്കാതെ, ഖുർആനിൽ റമദാൻ മാസത്തിൽ ഒരുപാട് ഖത്മുകൾ ചിലപ്പോൾ നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ടാകും, പക്ഷേ ഒരു ഖത്മെങ്കിലും പൂർത്തിയാക്കുന്ന രൂപത്തിൽ എപ്പോഴും ഓതുക എന്നുള്ളൊരു കാര്യം നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. ഇനി ഏതെങ്കിലും ഒരു ദിവസം നമുക്കൊരു ഖത്മ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അടുത്ത ദിവസം അത് മേക്കപ്പ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഖുർആനുമായിട്ടുള്ള ബന്ധം ഇനിയൊരു വർഷം ഞാൻ ഒഴിവാക്കുകയില്ല എന്നുള്ളൊരു തീരുമാനം നമ്മൾ എടുക്കുക. നമ്മൾ പലപ്പോഴും പല റമദാനിലും അങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ട്, പിന്നീട് നമുക്ക് പാഴായി പോയിട്ടുണ്ട്. ഇതിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, നമുക്കൊന്നുകൂടി വീണ്ടും വിചാരത്തിന് അവസരമുണ്ട്. ഇത്തവണ ഇൻഷാ അല്ലാഹ് അടുത്ത റമദാൻ വരെ ഒരു മാസം പോലും ഒരു ഖത്മ തീരാത്തൊരു മാസം ഉണ്ടാവുകയില്ല, ഞാനതിന് ശക്തമായി പരിശ്രമിക്കും നമ്മൾ ചിന്തിക്കുക. യഥാർത്ഥത്തിൽ ഒരുപാട് ഖത്മുകളെ കുറിച്ചിട്ടൊക്കെയുള്ള ആളുകൾ സംസാരിക്കുന്നത് കേട്ടാൽ നമ്മൾ ലഭ്യരായി പോയി, നമ്മൾ വളരെയധികം നാണിച്ചു. അതായത് ഖുർആൻ ഒരു ഖത്മ പൂർത്തിയാക്കാൻ
കാണാൻ പറ്റും യൂട്യൂബിലൊക്കെ. 6 മണിക്കൂർ കൊണ്ട് കൃത്യമായി ഖുർആൻ പൂർത്തിയാക്കിയ വീഡിയോകൾ നമുക്ക് കാണാൻ പറ്റും. ഒരാൾ 6 മണിക്കൂർ കൊണ്ട് ഖുർആൻ പൂർത്തിയാക്കി, ഖത്മ് പൂർത്തിയാക്കി. അയാൾ തന്നെ പറയുന്നുണ്ട്, ഇത് ഞാൻ നോക്കി ഓതിയതാണ്. ഞാൻ ഹിഫ്ള് ഓതുകയാണെങ്കിൽ അങ്ങനെ ഓതിയിട്ടുണ്ട്. ഞാൻ 3 മണിക്കൂർ 3.5 മണിക്കൂർ കൊണ്ടൊക്കെ, അതായത് നേരെ പകുതി സമയം കൊണ്ട് ഞാൻ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ ചിന്തിച്ച് നോക്കും, ഒരു ദിവസത്തിൽ. അപ്പോൾ നമ്മൾ മുൻഗാമികളെ പലരും കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഇങ്ങനെ തോന്നും, അതൊക്കെ ശരിക്കും സഹീഹ് തന്നെ ആയിരിക്കുമോ എന്നൊക്കെ സംശയം തോന്നും. അതായത് ചില മുൻഗാമി ഖതാദ റഹിമഹുല്ല, നമ്മൾ ആദ്യം ബുഖാരി റഹിമഹുല്ല ദിവസം 1 ഖത്മ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇമാം ഷാഫിഈ 2 ഖത്മ് പൂർത്തിയാക്കിയിട്ടുണ്ട്, ഒന്ന് പകലും ഒന്ന് രാത്രിയും. ഇത് തറാവീഹിന് പുറമെയാണെന്നാണ് പറയുന്നത്, ഖിയാമുൽ ലൈലിന് പുറമെയാണ്. അങ്ങനെയൊക്കെ സംഭവിക്കും. അതും കഴിഞ്ഞ് പിന്നീടാണ് ഖതാദ റഹിമഹുല്ല പകൽ 2 ഖത്മ് പൂർത്തിയാക്കിയിട്ടുണ്ട്. എങ്ങനെ സാധിക്കുന്നു? കാരണം അവർ ഈ സമയം ബറക്കത്ത്, അദ്ദേഹം പറയാണ്, നിങ്ങൾ ഫാത്തിഹ ഓതാൻ എത്ര സമയം വേണം? ഫാത്തിഹ ഓതാൻ നിങ്ങൾ പെട്ടെന്ന് നോക്കും. എന്നാൽ അതേ ആയത്തുകളുടെ വേറെ സൂറത്ത് നിങ്ങൾ ഓതുന്ന എത്ര സമയം കൊണ്ടായിരിക്കും? സമയം എടുക്കും. എന്തുകൊണ്ടാണ്? ഫാത്തിഹ നമുക്ക് അത്രയും അറിയാം. ഇതുപോലെ ഖുർആൻ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓതാനുള്ള സമയം എളുപ്പമായിരിക്കും. ഞാൻ പറഞ്ഞു വന്നതിന് ചുരുക്കം, ഒരാൾ ഒരു ദിവസം പോലും എടുക്കാതെ ഖത്മ് പൂർത്തിയാക്കി, നമുക്കൊരു മാസം കെട്ടിയിട്ട് നമ്മൾ പൂർത്തിയാക്കുന്നില്ല. നമുക്കൊരു ജുസ് ഒരു ദിവസം ഓതി തീർക്കാൻ തന്നെ ഭയങ്കര പ്രയാസം പോലെ നമ്മൾ കാണുന്നു. 20 പേജ് തീർക്കാൻ നമ്മൾ വലിയൊരു ടാസ്ക്കാണ് കാണുന്നത്. നമ്മളൊരു 5 പേജെങ്കിലും ഓതിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ എന്തോ കാര്യം ചെയ്തൊക്കെയാണ് നമ്മൾ തോന്നുന്നത്. കാരണം പലപ്പോഴും നമുക്ക് ചുറ്റുമുള്ള പലരെയാണ് നമ്മൾ നോക്കുന്നത്. നമ്മളെ ചങ്ങായിമാരൊക്കെ അങ്ങനെയാണ്, നമ്മളെ കൂട്ടുകാരൊക്കെ ഇങ്ങനെയാണ്. നമ്മൾ അറിയുന്ന ആൾക്കാരൊന്നും ഖുർആൻ തൊടലെന്നില്ല. 5 പേജ് ഓതിയ ഞാൻ തന്നെയാണ് വലിയ മിടുക്കൻ നമുക്ക് തോന്നിപ്പോവുക. നമ്മളങ്ങനെ ആവരുത്. ധാരാളമായി പാരായണം ചെയ്യും. അതുപോലെ ഖുർആൻ്റെ തഫ്സീർ ക്ലാസ്സുകൾ നമ്മൾ കേൾക്കുക. ഖുർആൻ്റെ ക്ലാസ്സുകൾ, തഫ്സീറുകൾ നമ്മൾ മനസ്സിലാക്കുക സാധിക്കുന്നത്ര. ഇനി ഇൽമിൻ്റെ മജ്ലിസിൽ പങ്കെടുത്താൽ അത് ഓരോ തഫ്സീർ ക്ലാസ്സുകളാണ്. നിങ്ങൾ കിതാബ് തൗഹീദിൻ്റെ മജ്ലിസിൽ നിങ്ങൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഖുർആനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്തുകളാണ് നിങ്ങൾ പഠിക്കുന്നത്. കാരണം തൗഹീദിൻ്റെ ആയത്തുകളാണ് കിതാബ് തൗഹീദ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സഹോദരങ്ങൾ, നിങ്ങൾ ഹദീസ് ക്ലാസ്സുകൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഖുർആനിൻ്റെ വിശദീകരണങ്ങൾ തന്നെയാണ്. ഏതൊരു ഹദീസിൽ വന്ന കാര്യവും അതിൻ്റെ മൂല ആശയം ഖുർആനിലുണ്ടാകും, വളരെ കൃത്യമായിട്ടുണ്ടാകും. അതുകൊണ്ട് ഇൽമിൻ്റെ മജ്ലിസ് പാഴാക്കാതിരിക്കുക, സാധിക്കുന്ന അത്ര നമ്മൾ അതിൽ പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് നമ്മൾ ഖുർആനുമായിട്ടുള്ള ബന്ധം നമുക്കുണ്ട് എങ്കിൽ നമ്മൾ ഹിദായത്തിൽ ഉറച്ചു നിൽക്കാൻ ഒരു വലിയ കാരണമാകുന്ന കാര്യമാണ്. രണ്ടാമത്തെ കാര്യമായി സഹോദരങ്ങളെ, പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് നമ്മൾ മുൻഗാമികളുടെ ചരിത്രങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. മുൻഗാമികളുടെ ചരിത്രം നമ്മൾ മനസ്സിലാക്കുക. ഒരുപാട് ഫിത്നകളും പ്രയാസങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഇത് പുതിയ കാര്യമൊന്നുമല്ല. ഇത് കഴിഞ്ഞുപോയ ആളുകൾക്കൊക്കെ സംഭവിച്ചു പോയിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചരിത്രങ്ങൾ ഖുർആനിൽ കൊടുത്തതിൻ്റെ കാരണവും അത് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളൊക്കെ അവതരിപ്പിച്ചിട്ട് പറയാണ്, ഇതൊക്കെ കഴിഞ്ഞുപോയ ആളുകൾക്ക് സംഭവിച്ചിട്ടുണ്ട് മുഹമ്മദ്. ഇത് നൂഹിനും ഇബ്രാഹീമിനും മൂസക്കും ഈസക്കും എല്ലാവർക്കും സംഭവിച്ച കാര്യം തന്നെയാണ്. അതായത് ഈ ദീനുമായി ജനങ്ങളുടെ അടുക്കലേക്ക് എത്തുന്ന സമയത്ത് പരിഹസിക്കുക. അമ്പിയാക്കൾ എത്ര മനോഹരമായ സ്വഭാവത്തിൻ്റെ ഉടമകളാണ്, എന്നാൽ പോലും അവരെ കളിയാക്കും, അവരെ പരിഹസിക്കും, അവരെ ഭ്രാന്തനെന്ന് വിളിക്കും, അവരെ മാരണക്കാരനെന്ന് വിളിക്കും, ഫിത്നക്കാരനെന്ന് വിളിക്കും, ജനങ്ങൾക്കിടയിൽ നീ കുഴപ്പമുണ്ടാക്കുന്നവനാണെന്ന് വിളിക്കും, ആളുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവനാണെന്ന് വിളിക്കും. ഇതൊക്കെ അമ്പിയാക്കൾ കേട്ടിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുകയാണ് എങ്കിൽ, ഈ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ, അത്തരം ചരിത്രങ്ങൾ മനസ്സിലാക്കുകയാണ് എങ്കിൽ അത് നമ്മുടെ ഹൃദയത്തിന് ആശ്വാസം ഉണ്ടാകും. അതായത് നമ്മളെ മുമ്പ് ഇതുപോലെ ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ മാത്രമൊന്നുമല്ല വലിയ സ്ട്രഗിൾ ചെയ്യുന്നത്. ഇപ്പോൾ ഒരുപാട് ചെറുപ്പക്കാർ അവർ വലിയ പ്രയാസത്തോടുകൂടി ചോദിക്കുന്ന കാര്യം, വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ്, നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല, വീട്ടുകാർ തന്നെ എതിരാണ്, നാട്ടിൽ ഭയങ്കര എതിരാണ്, നമ്മൾ ദീനനുസരിച്ച് ജീവിക്കുന്നു. വേറൊന്നും ഒരു ഭീകര പ്രവർത്തനങ്ങൾക്കോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നാടിനോ ജനങ്ങൾക്കോ ഉപദ്രവം ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടതിൻ്റെ പേരിലല്ല, മറ്റൊരാളോട് എന്തെങ്കിലുമൊക്കെ കൽപ്പിച്ചതിൻ്റെ പേരിൽ പോലുമല്ല. മറിച്ച് അവനൊന്ന് താടി വെച്ചാൽ, അവനൊന്ന് നിര്യാണി മുകളിൽ വസ്ത്രം ധരിച്ചാൽ, അല്ലെങ്കിൽ വളരെ ഹിജാബൊന്നും ഇല്ലാതെ ധരിച്ച സൗന്ദര്യമൊക്കെ പ്രകടമാക്കി നടന്നിരുന്ന ഒരു പെൺകുട്ടി മാറി ഹിജാബിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രയാസങ്ങൾ പലപ്പോഴും അനുഭവിക്കേണ്ടി വരികയാണ്. അതല്ലെങ്കിൽ ആണും പെണ്ണൊക്കെ കൂടിക്കലർന്നപ്പോൾ ഞാൻ ഉണ്ടാവുകയില്ല, ഞാൻ അതല്ലാത്ത രൂപത്തിലാണ് ഉദ്ദേശിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധ്യാപകർക്ക് എതിരാണ്, സംഗീതത്തിൻ്റെ സദസ്സിലും എന്നെ വിളിക്കേണ്ടതില്ല, അതിനും ഞാൻ ഉണ്ടാവുകയില്ല എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളും പീഡനങ്ങളും പഴിവാക്കുകളൊക്കെ കേൾക്കേണ്ടി വരുന്നത് പതിവാണ്. ഇന്ന് വളരെയധികം കൂടിയിട്ടുണ്ട്. മറ്റു സമുദായക്കാരല്ല, ഇസ്ലാമിൻ്റെ അകത്തുള്ള ആളുകൾ പോലും ഇങ്ങനെ ദീനനുസരിച്ച് ജീവിക്കുന്ന ആളുകളെ പരിഹസിക്കുകയും ബുദ്ധിമുട്ടിക്കുകയൊക്കെ ചെയ്യുന്നത് അത് സഹോദരങ്ങളെ ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പം അത്തരം സമയത്ത് തളർന്നു പോകാൻ പാടില്ല. കഴിഞ്ഞുപോയ അമ്പിയാക്കളുടെ ചരിത്രങ്ങൾ അത് നമ്മൾ കേൾക്കുക, അത് വായിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളത് ആ ഒരു ഉദ്ദേശത്തിന് വേണ്ടി തന്നെയാണ്. ആ കാര്യങ്ങൾ നിങ്ങൾ വായിക്കണം, അതിനെക്കുറിച്ച് മനസ്സിലാക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്,
വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുൽ, കഴിഞ്ഞുപോയ റസൂലുമാരുടെ ചരിത്രങ്ങളൊക്കെ കിസ്സകളാക്കി കഥകളാക്കി താങ്കൾക്ക് വിവരിച്ചു തരുന്നത് ഇതിനാണ്. മാ നുസബ്ബിതു ബിഹി ഫുആദക്, താങ്കളുടെ ഹൃദയത്തിനെ ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാണ്. അപ്പോൾ ചരിത്രത്തിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ അമ്പിയാക്കളെ ആളുകൾ പരിഹസിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും, നമുക്ക് ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ തുറന്ന ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് ആളുകൾ പരിഹസിക്കുന്ന വാക്കുകൾ എന്തൊക്കെയാണ്? വളരെയധികം മോശപ്പെട്ട വാക്കുകൾ പറയുക, ഒന്നിനും കൊള്ളാത്തവനായി ചിത്രീകരിക്കുക, ഈ കാലഘട്ടത്തിന് യോജിച്ചവനൊന്നുമല്ല. ഇത് ദീന് കുറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വാക്കുകളൊക്കെ അവരെ ദീനിൽ തന്നെ തെറ്റിച്ച് കളയാൻ മതിയാകുന്ന വാക്കുകളാണ്. ചിലപ്പോൾ നമ്മളതിൻ്റെ ഗൗരവം ചിലപ്പോൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. ചില ആളുകൾ അവർക്ക് ഭയങ്കരമായ ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് ഉണ്ടാവുകയും ഈ ദീനനുസരിച്ച് ജീവിക്കുന്നത് കൊണ്ടാണല്ലോ എനിക്കിങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരുന്നത് എന്നൊക്കെ ചിന്തിക്കുകയും ഇതിന് വേണ്ടതില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി പോവുകയും ചെയ്യുന്ന എത്രയോ ചെറുപ്പക്കാരും മറ്റൊക്കെ ഉണ്ട്. കാരണം ഇതിങ്ങനെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുക, ദീനിനെക്കുറിച്ച് പഠിക്കാനുള്ള സംവിധാനങ്ങളിൽ ഏർപ്പെടുന്നുമില്ല. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഈ ചരിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് വിശദീകരിച്ച് തന്നിട്ടുള്ളത് നിങ്ങളുടെ ഹൃദയത്തിനെ ദീനിൽ ഉറപ്പിച്ച് നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാണ്. ഇപ്പോൾ സൂറത്തുൽ ഹൂദൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരുപാട് നബിമാരുടെ ചരിത്രങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ നബിമാരൊക്കെ ഏറ്റവും നല്ല തറവാട്ടിൽ ജനിച്ചവരുണ്ട്. അതുപോലെ അവരിൽ വലിയ സൗന്ദര്യത്തിൻ്റെ ഉടമകളായ ആളുകളുണ്ട്. അഥവാ പൊതുവെ സമൂഹം വലിയ നിലക്ക് ആളുകളെ സ്റ്റാറ്റസ് സിമ്പിളായിട്ട് കാണുന്ന പല കാര്യങ്ങളൊക്കെ അവരിലുണ്ടായിരുന്നു. പക്ഷേ ഈ സത്യം പറഞ്ഞ സമയത്തേക്ക് ജനങ്ങളെല്ലാവരും അവരെ തള്ളിയിട്ടുണ്ട്, എല്ലാവരും അവർ പരിഹസിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും അവർ നാടുകൾ വിട്ട് ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട്. ഓരോരുത്തർക്കും ശരീരത്തിന് പോലും പരിക്കുകൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എത്രയോ നബിമാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ഈ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും അത് ഈ കാലഘട്ടത്തിൽ മാത്രമുള്ളൊരു കാര്യമൊന്നുമല്ല. ഇതെല്ലാ നബിമാർക്കും എല്ലാ അമ്പിയാക്കൾക്കും ഉണ്ടായിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിച്ചില്ല, ഹസിബുതും അൻ തദ്ഖുലുൽ ജന്ന, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾക്ക് അങ്ങനെ എളുപ്പം സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാമെന്ന്? വലമ്മ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും മസ്സത്ഹുമുൽ ബഅസാഉ വദ്ദറ, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആളുകൾക്കൊക്കെ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അവരെ ബാധിച്ചിട്ടുണ്ട്. വസുൽസിലു ഹത്താ യഖൂല റസൂൽ വല്ലദീന ആമനു മഅഹു മതാ നസ്റുല്ലാഹ്, പ്രകമ്പനം കൊള്ളിക്കപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള സ്വഹാബികൾ ചോദിച്ചിട്ടുണ്ട്, മതാ നസ്റുല്ലാഹ്, എപ്പോഴാണ് അള്ളാഹുവിൻ്റെ സഹായം വരിക? അലാ നസ്റുല്ലാഹി ഖരീബ്, ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്, അള്ളാഹു തആലയുടെ കാലത്തെ നമുക്ക് വാഗ്ദാനം, അള്ളാഹിൻ്റെ സഹായം വരും. ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ മാറ്റം ഉണ്ടാകും. ഇപ്പോൾ ദീനുൽ ഇസ്ലാം ഇന്ന് നമ്മൾ വിചാരിക്കുന്നത് ആകെ പ്രതിസന്ധി ഘട്ടത്തിലാണ്, ഇനി കരകയറില്ല എന്ന് ഒരാൾ ചിന്തിക്കേണ്ടതില്ല. ഇതിനേക്കാളും ബുദ്ധിമുട്ടിലും ഇതിനേക്കാളും മുസ്ലിമീങ്ങൾ ഉന്മൂലനം ചെയ്യപ്പെട്ട എത്രയോ കാലഘട്ടങ്ങൾ ഈ 1400 വർഷത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇനി ബാക്കിയാവുകയില്ല എന്ന് തോന്നുന്ന രൂപത്തിൽ തീർത്ത് കളഞ്ഞിട്ടുണ്ട് താർത്താരികൾ. ഇത്ര സംഭവങ്ങളുണ്ട് ചരിത്രത്തിൽ. മുസ്ലിമീങ്ങളുടെ ഗ്രന്ഥങ്ങൾ മുഴുവൻ കത്തിച്ചു കളഞ്ഞാൽ രക്ഷപ്പെടാമെന്ന് ബാഗ്ദാദിൽ അന്ന് ഈ താർത്താരികൾ ചിന്തിച്ചിരുന്നു. ഇനി ഇതൊക്കെ കത്തിച്ചു കളഞ്ഞാൽ ഇനി ഇതുണ്ടാവില്ല, ഇനി ഇത് കഴിഞ്ഞു, ഇനിയിപ്പോൾ ഇന്ന് ലോകം നമ്മളാണല്ലോ ഭരിക്കുന്നത്, ഇതങ്ങ് തീർത്തേക്കാം, ഈ രാജ്യങ്ങളൊക്കെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഇതങ്ങ് തീർന്നു പോകുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്ത എത്രയോ ആളുകളുണ്ട്. അതുപോലെ പണ്ഡിതന്മാർ എത്രയോ വധിക്കപ്പെട്ടിട്ടുണ്ട്. നബിമാരെ തന്നെ കൊന്ന ആളുകളുടെ പാരമ്പര്യമാണല്ലോ ഇവർക്കുള്ളത്. അവർ പണ്ഡിതന്മാരെയും ദീനുള്ള ആളുകളൊക്കെ കൊന്നിട്ടുണ്ട്. പക്ഷേ സഹോദരങ്ങളെ, ഇതുകൊണ്ടൊന്നും അള്ളാഹുവിൻ്റെ സഹായം ഇല്ലാതിരിക്കുകയില്ല. അള്ളാഹുവിൻ്റെ സഹായം അത് ബന്ധപ്പെട്ട് കിടക്കുന്നത് നമ്മൾ എങ്ങനെ ദീനെ ഉൾക്കൊള്ളുന്നോ ഇല്ലേ എന്നുള്ള കാര്യവുമായി ബന്ധപ്പെട്ട് മാത്രമാണ്. ശത്രുക്കളുടെ ശക്തിയിലൊന്നും നമ്മൾ യാതൊന്നും നോക്കേണ്ടതില്ല. മുസ്ലിമീങ്ങൾ ദീനുമായി എത്രത്തോളം അടുക്കുന്നോ അപ്പോൾ അള്ളാഹിൻ്റെ സഹായം ഉണ്ടാകും. മുസ്ലിമുകൾ ദീനിൽ നിന്ന് എത്ര അകലുന്നോ അള്ളാഹുവിൻ്റെ സഹായം കുറയും. അപ്പോൾ സഹോദരങ്ങളെ, പറഞ്ഞു വന്നിട്ടുള്ളത് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ ആശ്വാസവാചകങ്ങളായി ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല കഴിഞ്ഞുപോയ സമുദായത്തൊക്കെ ഈ നിലക്ക് പരീക്ഷിച്ചിട്ടുണ്ട്. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സുന്നത്താണ്. അതുകൊണ്ട് നമ്മളൊരിക്കലും ഭയപ്പെടേണ്ടതില്ല. മറിച്ച് ഈ ചരിത്രങ്ങളിൽ നിന്നും നമുക്ക് ഈമാൻ ഉയരണം. മുഅ്മിനീങ്ങളുടെ ഗുണമായിട്ട് പറഞ്ഞതും അതാണ്. അവർക്ക് ഈ ചരിത്രങ്ങളൊക്കെ ഉണ്ട്, ജനങ്ങളെല്ലാം അവർക്ക് നേരെ തിരിയും എന്ന് പറയുമ്പോൾ അവർക്ക് ഈമാൻ കൂടാണ്. കാരണം നമ്മൾ ഹക്കിലായതുകൊണ്ട് തന്നെ നമ്മൾ സത്യത്തിൽ തന്നെയാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. നമ്മൾ ഒരുപാട് അമ്പിയാക്കളുടെ പാരമ്പര്യത്തിൽ തന്നെയാണുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് പ്രയാസം അനുഭവിക്കുന്നത്, നമുക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നത്, നമുക്ക് പരിഹാസം കേൾക്കേണ്ടി വരുന്നത് നമ്മൾ ആ സുന്നത്തിലുള്ളത് കൊണ്ട് തന്നെയാണ് എന്ന് നമുക്ക് ആശ്വസിക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അതുപോലെ സഹോദരങ്ങളെ, ധാരാളമായി ദുആ ചെയ്യുക എന്നുള്ളതാണ്. അള്ളാഹുവിനോട് എപ്പോഴും നമ്മൾ ദുആ ചെയ്യണം രക്ഷപ്പെടാൻ വേണ്ടി. അപ്പോൾ ആളുകൾ വഴിതെറ്റി പോകുന്നതിന് ഇന്ന ആളുകൾക്ക് വഴിതെറ്റിപ്പോയല്ലോ എന്ന് പണ്ഡിതന്മാരോട് ചോദിച്ചപ്പോൾ അവർ പറയുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് അത് ചിലപ്പോൾ ദുആ ചെയ്യുന്നുണ്ടായിട്ടുണ്ടാവില്ല എന്നാണ്. അപ്പോൾ ദുആ എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല. എപ്പോഴും നമ്മൾ പേടിച്ചുകൊണ്ട് തന്നെ അള്ളാഹുവിന് ദുആ ചെയ്യണം. അള്ളാഹു എന്നെ തെറ്റിച്ച് കളയല്ലേ. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മൾ പഠിപ്പിച്ച പ്രാർത്ഥന, റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന, അള്ളാഹു ഹിദായത്തിലാക്കിയതിന് ശേഷം എൻ്റെ കൽബിനെ തെറ്റിച്ച് കളയരുതേ എന്ന് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം. തെറ്റാർക്കും സംഭവിക്കാം, പണ്ഡിതന്മാർക്ക് സംഭവിക്കാം, ആർക്കും സംഭവിക്കാം. അത്
ഒരാളും അതിൽ നിന്ന് ഒഴിവല്ല. അതുകൊണ്ട് ഈ ദുആ എപ്പോഴും ദുആ ചെയ്യണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ദുആ ചെയ്ത ദുആയായി നമ്മുടെ ഉമ്മമാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അല്ലാഹുവേ, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനാണ് നീ, എൻ്റെ ഖൽബിനെ നീ നിൻ്റെ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തണമെന്ന് എപ്പോഴും നമ്മൾ ദുആ ചെയ്യണം. നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട്, നമ്മളങ്ങനെ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ഒരുപാട് ക്ലാസ്സിന് പങ്കെടുത്തിട്ടുണ്ട്, നമ്മൾ ഒരുപാട് ക്ലാസ് സംഘടിപ്പിച്ചിട്ടുണ്ട്, നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്, നമുക്ക് അങ്ങനെയൊക്കെ ഹിസ്റ്ററികളുണ്ട്, നമ്മൾ പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്, നമ്മൾ അങ്ങനെ സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും തന്നെ ഒരാൾ രക്ഷപ്പെടാനുള്ള മാർഗം മാത്രമല്ല. ദുആ നിർബന്ധമായി ചെയ്യണം. അള്ളാഹുവിനോട് ആത്മാർത്ഥമായുള്ള ദുആ അതെപ്പോഴും വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അതായത് സംശയം മുതശാബിഹുകളും മുഹ്കമുകളൊക്കെ ഉണ്ടാകുന്ന സൂറത്തു ആലി ഇംറാൻ അല്ലാഹു തആല പറയുന്നുണ്ട്. ഖുർആനിലെ ചില ആയത്തുകളൊക്കെ മുഹ്കമായത്തുണ്ട്, ചിലത് നമുക്ക് സംശയം ഉണ്ടാക്കുന്ന രൂപത്തിൽ ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതാണ് എപ്പോഴും ബിദ്അത്തിൻ്റെ ആളുകൾ കൊണ്ടുവരിക, ഷിർക്കിൻ്റെയും ബിദ്അത്തിൻ്റെ ആൾ കൊണ്ടുവരുന്ന അങ്ങനെ ചില കാര്യങ്ങൾക്കുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നുണ്ട്, വറാസിഖൂന ഫിൽ ഇൽമി യഖൂലൂന ആമന്നാ ബിഹി. ഇൽമിൽ അടിയുറച്ച ആളുകൾ പറയും ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ ഉള്ളതാണ്. യഖീനോടുകൂടി അവർ പറയും. അവർ മുമ്പും തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. അവരുടെ ബുദ്ധിക്ക് യോജിക്കുന്നുണ്ടോ, സമൂഹം അംഗീകരിക്കുന്നുണ്ടോ ഒന്നും ചിന്തിക്കേണ്ടതില്ല. അള്ളാഹു ഇറക്കിയതാണോ അവർ ഉറച്ചു പറയും ആമന്നാ ബിഹി കുല്ലും മിൻ ഇൻദി റബ്ബിന. ഇതെല്ലാം എൻ്റെ റബ്ബിൻ്റെ അടുത്ത് തന്നെ. ഓരോന്നും കൊണ്ടുവരില്ല, ഇതിങ്ങനെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഖുർആനിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഹദീസിൽ ഈ പറഞ്ഞത് അങ്ങനെയല്ലേ. നമ്മളെ സംബന്ധിച്ചിടത്തോളം സഹിഹാണോ, അത് ഖുർആനിലുള്ളതാണോ എങ്കിൽ ആമന്നാ ബിഹി, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നിന്നാണ്. വമാ യദ്ദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾ മാത്രമേ ഇങ്ങനെ ചെയ്യുകയുള്ളൂ എന്നിട്ട് പറയുന്നു. എന്നിട്ട് അവർ ചെയ്യുന്ന ദുആ ആയിട്ടുണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന. ഈ ഇൽമുള്ള ആളുകളാണ് ദുആ ചെയ്യുന്നത്. അല്ലാഹുവേ, ഹിദായത്തിലാക്കി, നമുക്ക് ഇൽമൊക്കെ നൽകി ഹിദായത്തിലാക്കിയതിന് ശേഷം എന്ത് ചെയ്യരുത്, എന്നെ വലാലത്തിലേക്ക് ആക്കരുതേ, വഴി തെറ്റിച്ച് കളയരുതേ എന്ന് ദുആ ചെയ്യും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുആ എപ്പോഴും നമ്മൾ വർദ്ധിപ്പിക്കണം. നമ്മൾ പ്രധാനപ്പെട്ട ദുആ ഒന്ന് ഈ ദീനിൽ അടിയുറച്ച് നിർത്താൻ, ഈ സുന്നത്തിൻ്റെ മാർഗ്ഗത്തിൽ അടിയുറച്ച് നിർത്താൻ എന്നുള്ളതായിരിക്കണം. സുന്നത്തിൻ്റെ മാർഗ്ഗം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടേച്ചു പോയ സ്വഹാബികളുടെ മാർഗ്ഗം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ, ഞാൻ മുസ്ലിമായി എന്നുള്ളതാണോ അതല്ല അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആദർശം സ്വീകരിച്ചതു എന്നുള്ളതാണോ എനിക്ക് ഏറ്റവും അള്ളാഹുവിനോട് നന്ദി പറയേണ്ടതായ കാര്യമെന്ന് എനിക്ക് അറിയില്ല. കാരണം രണ്ടും ഒരുപോലെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അയാൾ സുന്നത്ത് നിന്ന് തെറ്റിപ്പോയി കഴിഞ്ഞാൽ അയാൾ നരകത്തിൻ്റെ വഴിയിലാണുള്ളത്. ഒരു ബിദ്അത്തുകാരൻ്റെ പര്യവസാനം നരകത്തിലേക്ക് എത്തുമെന്നുള്ളതാണ്. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ പലപ്പോഴും അവൻ്റെ മാർഗ്ഗമാണ് ശരിയെന്ന് ഇരിക്കുന്നവനുമാണ്. അപ്പോൾ തിന്മകൾ ചെയ്യുന്നവനേക്കാളും വലിയ അപകടത്തിലാണ് അവനുണ്ടാകുക. നമുക്ക് ചുറ്റും കാണുന്ന എത്രയോ ലലാലത്തിൻ്റെ ആളുകളുണ്ട്. ഒരു കാലത്ത് ചിലപ്പോൾ അവർ ഹിദായത്തിൻ്റെ മാർഗ്ഗത്തിലുള്ള ആളുകളായിരിക്കും, പക്ഷേ തെറ്റിപ്പോകുന്നുണ്ടാകും. ഇതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, എപ്പോഴും ശ്രദ്ധിക്കണം. പുതുതായി എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക്, ആരെങ്കിലും പറയുമ്പോഴേക്ക് അതിൻ്റെ പിന്നിൽ പോകുന്ന ആളുകളാകാൻ പാടില്ല. നമ്മൾ യഥാർത്ഥത്തിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും അത് ഉറപ്പുവരുത്തുകയും ചെയ്തതിന് ശേഷം അല്ലാതെ അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല. പുതിയ പുതിയ വിഷയങ്ങൾ വരുന്ന സമയത്ത്, എന്തെങ്കിലും ഫിത്നകൾ വരുന്ന സമയത്ത് അപ്പോഴേക്കും എന്തെങ്കിലും വൈകാരികമായ നിലപാടുകൾ നമുക്കുണ്ടാകാൻ പാടില്ല. ഇത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ വിശദീകരിച്ച രീതി തന്നെയാണ്. അവരിങ്ങനെ തന്നെയാണോ പറഞ്ഞത് എന്ന് നമ്മളെപ്പോഴും പരിശോധിക്കുകയും ആ നിലക്ക് നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതാണ് സഹോദരങ്ങളെ നിങ്ങളെ ചെറിയ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറഞ്ഞ എന്നെയും കേട്ടിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരെയും അവൻ്റെ ദീനിൽ മരണം വരെ അടിയുറപ്പിച്ച് നിർത്തുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല ധാരാളം സൽക്കർമ്മങ്ങൾ ഇനി റമദാനിന് ശേഷം ചെയ്യുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. കാരണം തീർച്ചയായും അള്ളാഹുവിൻ്റെ ഒരുപാട് ഔലിയാക്കളായ അവൻ്റെ അടിമകൾ ഈ റമദാനിന് ശേഷവും റമദാനിൽ ഉണ്ടായതിനേക്കാൾ അല്ലെങ്കിൽ ആ തഖ്വ അങ്ങനെ തന്നെ നിലനിർത്തി പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മളെപ്പോഴും നമ്മളെ തന്നെ മാത്രം ചിന്തിക്കരുത്. ലോകത്തുള്ള എല്ലാ ആളുകളും നമ്മളെപ്പോലെ തന്നെയാണ് നമ്മൾ ചിന്തിക്കരുത്. അതുപോലെ തന്നെ ഖുർആൻ പാരായണത്തിൻ്റെ കാര്യത്തിലാകട്ടെ, രാത്രി നിസ്കാരത്തിൻ്റെ കാര്യത്തിലാകട്ടെ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന കാര്യത്തിലാകട്ടെ, അതുപോലെ തുടർന്നു പോകുന്ന റബ്ബിൻ്റെ ഒരുപാട് അടിമകളുണ്ട്. അവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമ്മളെപ്പോഴും പരിശ്രമിക്കണം. എല്ലാവരും ഇങ്ങനെയാണെന്ന് വിചാരിച്ച് ആശ്വസിക്കരുത്. എല്ലാവരും നമ്മളെപ്പോലെ തന്നെ ആയിരിക്കും എന്ന് നമ്മൾ ചിന്തിക്കരുത്. അള്ളാഹുവിൻ്റെ അങ്ങനെയുള്ള തഖ്വയുള്ള ഒരുപാട് മുത്തഖീങ്ങളായ ആളുകൾ നമുക്ക് ചുറ്റുമൊക്കെ ധാരാളമുണ്ട്. അവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമ്മൾ പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സഹായം നൽകുമാറാകട്ടെ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم. اللهم يا مقلب القلوب ثبت قلوبنا على دينك ويا مصرف القلوب صرف قلوبنا على طاعتك. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والله تعالى أعلم وصلى الله على نبينا محمد وعلى آله وصحبه وسلم.